എല്ലാവർക്കും നമസ്കാരം. തെന്നാലി രാമന്റെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തെന്നാലി രാമനും പുരോഹിതന്മാരും എന്ന കഥയാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായർ, അദ്ദേഹത്തിന് തന്റെ മാതാവിനെ വളരെ ഇഷ്ടമായിരുന്നു. കടുത്ത ദൈവവിശ്വാസിയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ്. അവർ ദിവസവും പ്രാർത്ഥനയ്ക്കും മറ്റുമായി ഒരുപാട് സമയം മാറ്റിവെച്ചിരുന്നു. മാത്രമല്ല, അവർ പുരോഹിതന്മാരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവരെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി കാണുകയും അവർക്ക് ധാരാളം ദാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ആ രാജമാതാവ് രാജാവിനോട് പറഞ്ഞു, മോനെ, എനിക്ക് ബ്രാഹ്മണന്മാർക്ക് മാമ്പഴം ദാനമായി നൽകാൻ ആഗ്രഹമുണ്ട്. തന്റെ മാതാവിന്റെ ആഗ്രഹം അറിഞ്ഞ രാജാവ് അത് സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഭടന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു, എത്രയും വേഗം രാജ്യത്തിൽ നിന്ന് കിട്ടാവുന്ന അത്ര ഏറ്റവും നല്ല മാമ്പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരിക. എന്നാൽ ആ ഭടന്മാര് മാമ്പഴങ്ങളുമായി എത്തുന്നതിന് മുൻപ് തന്നെ ആ രാജമാതാവ് മരണപ്പെട്ടു. പെട്ടെന്നുള്ള മാതാവിന്റെ മരണം രാജാവിനെ വളരെയധികം ദുഃഖിതനാക്കി. ദിവസങ്ങൾ കടന്നുപോയിട്ടും രാജാവ് തന്റെ മാതാവിന്റെ വേർപാടിൽ നിന്നും മുക്തനായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിന് തന്റെ മാതാവിന്റെ അവസാനത്തെ ആഗ്രഹത്തെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അത് രാജാവിന്റെ ദുഃഖം ഇരട്ടിയാക്കി. ഏതു വിധേനയും മാതാവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ രാജാവ് തീരുമാനിച്ചു. അതിലൂടെ തന്റെ മാതാവിന് ആത്മശാന്തി കിട്ടുമെന്ന് രാജാവ് വിശ്വസിക്കുകയും ചെയ്തു. ഇതിനായി രാജാവ് പുരോഹിതന്മാരെ സഭയിലേക്ക് വിളിച്ചു വരുത്തി. അവരോട് ഇപ്രകാരം പറഞ്ഞു, എന്റെ മാതാവ് പുരോഹിതന്മാർക്ക് മാമ്പഴം ദാനം നൽകാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ ആഗ്രഹം സാധിക്കാതെയാണ് മാതാവിന്റെ മരണം സംഭവിച്ചത്. അവസാനമായി മാതാവ് തന്നോട് ആവശ്യപ്പെട്ട ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മാത്രമേ മാതാവിന് ആത്മശാന്തി ലഭിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാജാവ് പറയുന്നത് കേട്ട് പുരോഹിതന്മാരുടെ ഉള്ളിൽ അത്യാഗ്രഹം കടന്നുകൂടി. അവർ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, രാജമാതാവിന് സഫലമാക്കാൻ കഴിയാത്ത അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു ഉപായമുണ്ട്. ഇത് കേട്ട രാജാവ് ആകാംക്ഷയോടെ പുരോഹിതനോട് പറഞ്ഞു, ആ ഉപായം എന്തു തന്നെയാണെങ്കിലും എന്നോട് പറഞ്ഞു തന്നാലും ഞാനത് മാതാവിന് വേണ്ടി നിറവേറ്റുക തന്നെ ചെയ്യും. ഇത് കേട്ട പുരോഹിതന്മാർ ഉടൻ തന്നെ രാജാവിനോട് പറഞ്ഞു, പ്രഭു, മാമ്പഴത്തിനു പകരം ബ്രാഹ്മണന്മാർക്ക് സ്വർണ്ണ മാമ്പഴം ദാനം നൽകിയാൽ തീർച്ചയായും രാജമാതാവിന് ആത്മശാന്തി കിട്ടുക തന്നെ ചെയ്യും. സ്വർണ്ണ മാമ്പഴം എന്ന് കേട്ടപ്പോൾ രാജാവ് ഒന്ന് അമ്പരന്നു. എന്നാൽ മാതാവിന്റെ അവസാനത്തെ ആഗ്രഹം സഫലമാക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ രാജാവ് മറ്റൊന്നും ചിന്തിക്കാതെ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ സ്വർണ്ണ മാമ്പഴം ദാനം ചെയ്യാൻ തീരുമാനിച്ചു. അതിനായി പുരോഹിതന്മാരെ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ വിവരമെല്ലാം അറിഞ്ഞ് തെന്നാലി രാമൻ അത്യാഗ്രഹികളായ പുരോഹിതന്മാർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം പുരോഹിതന്മാരെ ചെന്ന് കണ്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, അല്ലയോ പുരോഹിതന്മാരെ, അടുത്ത ദിവസം എൻ്റെ മാതാവിൻ്റെ ചരമവാർഷികമാണ്. മരണത്തിന് മുൻപ് മാതാവിൻ്റെ ഒരു ആഗ്രഹം സഫലമാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ പുരോഹിതന്മാർക്ക് ദാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദാനത്തിലൂടെ എൻ്റെ മാതാവിന് ആത്മശാന്തി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാളെ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ദാനം സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത്. ഇത് കേട്ട് അത്യാഗ്രഹികളായിട്ടുള്ള പുരോഹിതന്മാരെ തെന്നാലി രാമനോട് പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ അങ്ങയുടെ വീട്ടിൽ വരുന്നതായിരിക്കും. പക്ഷെ രാവിലെ രാജാവിൻ്റെ കയ്യിൽ നിന്നും ദാനം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അവിടത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. തെന്നാലി രാമൻ പുരോഹിതന്മാരുടെ ആവശ്യം അംഗീകരിച്ചു. സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. തെന്നാലി രാമൻ പോയി കഴിഞ്ഞതും പുരോഹിതന്മാർ പരസ്പരം പറഞ്ഞു, നാളെ നമുക്ക് വളരെ നല്ല ദിവസമാണ്. രാജാവിൻ്റെ കയ്യിൽ നിന്നും തെന്നാലി രാമന്റെ കയ്യിൽ നിന്നും കാര്യമായി തന്നെ കിട്ടും. അതുകൊണ്ട് കുറേ നാൾ സുഖമായിട്ട് കഴിയാം. എന്നിട്ടവർ നാളെ അവരെ തേടി വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ദിവസം കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ തന്നെ അവർ രാജാവിനെ കാണാൻ പോയി. രാജാവിന്റെ കയ്യിൽ നിന്നും സ്വർണ്ണ മാമ്പഴവും വാങ്ങി തെന്നാലി രാമന്റെ വീട്ടിലേക്ക് യാത്രയായി. തന്റെ വീട്ടിലെത്തിയ പുരോഹിതന്മാരെ തെന്നാലി രാമൻ വേണ്ട വിധം സ്വീകരിച്ചു. എന്നിട്ട് ദാനം സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന അവരോട് പറഞ്ഞു, എൻ്റെ മാതാവിന് കാലിൽ വാതരോഗമായിരുന്നു. മാതാവിന്റെ അവസാന നാളുകളായപ്പോൾ വാതരോഗം മൂർച്ഛിച്ചു. മാതാവിന് കാൽവേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇരുമ്പു കമ്പി ചൂടാക്കി കാലിൽ വെച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ ഞാൻ ഒരിക്കലും അത് ചെയ്തില്ല. മാതാവിന്റെ ആ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇത് കേട്ട പുരോഹിതന്മാർ പരസ്പരം നോക്കി. എന്നിട്ട് തെന്നാലി രാമനോട് ചോദിച്ചു, ഞങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നത്? പുരോഹിതന്മാരുടെ ഈ ചോദ്യം കേട്ട് തെന്നാലി രാമൻ
ഉടൻ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്ന ഇരുമ്പ് കമ്പി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, മാതാവിന്റെ ആ ആഗ്രഹം സഫലമാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനിപ്പോൾ ഈ ഇരുമ്പു കമ്പി നിങ്ങളുടെ കാലിൽ വെക്കാൻ പോവുകയാണ്. അതിലൂടെ എൻ്റെ മാതാവിന് ആത്മശാന്തി കിട്ടും. തെന്നാലിരാമൻ കാലിൽ ചൂട് കമ്പി വെക്കുമെന്ന് ഭയന്ന പുരോഹിതന്മാർ തെന്നാലിരാമനോട് പറഞ്ഞു, അല്ലയോ തെന്നാലിരാമ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇതൊരിക്കലും സാധ്യമല്ല. ചൂട് ഇരുമ്പ് കമ്പി ഞങ്ങളുടെ കാലിൽ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന് ആത്മശാന്തി കിട്ടുന്നത്? പുരോഹിതന്മാർ പറയുന്നത് കേട്ട് തെന്നാലിരാമൻ അവരോട് പറഞ്ഞു, രാജമാതാവിന്റെ അവസാനത്തെ ആഗ്രഹം രാജാവ് സ്വർണ്ണ മാമ്പഴം ദാനം ചെയ്യുന്നതിലൂടെ സഫലമാകുമെങ്കിൽ എൻ്റെ മാതാവിന്റെ ആഗ്രഹം തീർച്ചയായും ഈ ചുട്ടുപഴുത്ത ഇരുമ്പു കമ്പി നിങ്ങളുടെ കാലുകളിൽ വെക്കുന്നതിലൂടെ സഫലമാകും. ബുദ്ധിശാലിയായ തെന്നാലിരാമൻ തങ്ങളെ തന്ത്രപൂർവ്വം കുടുക്കിയതാണെന്ന് മനസ്സിലാക്കിയ പുരോഹിതന്മാര് ഉടനെ തന്നെ തെന്നാലിരാമന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. ഇനി ഒരിക്കലും ഈ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തു. മാത്രമല്ല, അവർ രാജാവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ സ്വർണ്ണ മാമ്പഴവും തിരികെ ഏൽപ്പിച്ചു. രാജാവിന് ആ സ്വർണ്ണ മാമ്പഴങ്ങൾ തിരികെ നൽകിക്കൊണ്ട് തെന്നാലിരാമൻ രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, നമ്മൾ ദാനം ചെയ്യുന്നത് വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം വളരെ ബുദ്ധിപൂർവമായിരിക്കണം. ഉചിതമായ കൈകളിലാണ് ഇത് എത്തുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. രാജാവിന് തൻ്റെ അബദ്ധം മനസ്സിലായി. ഇനി ദാനം ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുമെന്നും തെന്നാലിരാമന് രാജാവ് ഉറപ്പു നൽകി. മാത്രമല്ല, തെന്നാലിരാമന്റെ ബുദ്ധിശക്തിയിൽ അതീവ സന്തുഷ്ടനായ രാജാവ് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു. ഇതാണ് തെന്നാലിരാമനും പുരോഹിതന്മാരും എന്ന കഥ. മറ്റൊരു കഥയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.